അതിനകത്ത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്നതും വരുന്നതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അതിനകത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. AC എന്നോ പമ്പെന്നോ ഏതൊരു വ്യത്യാസമില്ലാതെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കും. ഇനി മുമ്പ് കാലത്ത് മുതലുള്ള ഒരു സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് എന്നത്. എന്ന് വെച്ചാൽ ഗ്രിഡ് ഓഫായിരിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നത്. അതൊരു സോളാർ പാനൽ, പിന്നെ ഇതുപോലെ ഒരു ബാറ്ററി, ഒരു ഇൻവേർട്ടർ, ഇത്രയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളത് ഈ ലൈറ്റ്, ഫാൻ, ഇങ്ങനെയുള്ള ചെറിയ ലോഡുകൾ മാത്രമാണ് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. വലിയ ലോഡുകൾ കണക്ട് ചെയ്താൽ വലിയ ബാറ്ററി ബാങ്ക് വരും, അത് വലിയ കോസ്റ്റും വരും. അതുപോയിട്ട് 5 വർഷത്തിലൊരിക്കൽ ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഭയങ്കര എക്സ്പെൻസീവ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജനറേറ്റർ വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ വൈദ്യുതി ചിലവ് വരും. ഒരു യൂണിറ്റിന് ജനറേറ്ററിൽ ഏകദേശം 25 റുപ്യ വരും. അത്രത്തോളം വരും ഇത് 5 വർഷത്തിലേക്ക് നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ്. അതുകൊണ്ട് അത് വളരെ സക്സസ്ഫുൾ അല്ല. അത്യാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതിൻ്റെ പുതിയ രൂപമാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡിനകത്ത് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് എന്നാണ് ബാറ്ററി. എന്ന് വെച്ചാൽ നമ്മുടെ കാറുകൾ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, എത്ര ലോഡ് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് നിങ്ങളുടെ ഉപയോഗം. ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് 5 യൂണിറ്റ് വൈദ്യുതിയാണ് അതിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റോറേജ്. ഇതാണ് സാധനം, 5 യൂണിറ്റ് വൈദ്യുതിയാണ്. ഈ 5 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസം എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള സൈസ് വലുതാക്കാൻ പറ്റും. ഓരോ 5 യൂണിറ്റിനും 1.1 lakhs ആണ് അതിൻ്റെ കോസ്റ്റ്. എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ സോളാർ പ്ലാന്റിൻ്റെ എക്സ്ട്രാ വരുന്നതാണ് ബാറ്ററിക്ക്. ഇപ്പോൾ സാധാരണ ഓൺ ഗ്രിഡുകളെന്ന് പറഞ്ഞാൽ മിനിമം 3 കിലോവാട്ട് മുതൽ 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ. 2 കിലോവാട്ടിന് ഗവൺമെൻറ് സബ്സിഡി 60,000 റുപ്പീസ് സബ്സിഡി കിട്ടും. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു ദിവസം എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് ഡിസൈൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ മന്താണ് ബില്ല് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഒരാളിന് 300 യൂണിറ്റ് ബില്ലാണ് ബൈ മന്ത് വരുന്നത് വെച്ചാൽ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ യൂണിറ്റ് കിട്ടും. ആ ഒരു ദിവസത്തെ യൂണിറ്റിനെ കാട്ടി ഒരു 10 to 20% മോറായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ അംഗങ്ങൾ കൂടുതൽ വരികയോ ഗസ്റ്റ് വരികയോ വേറെ എന്തെങ്കിലും ബിൽഡിങ്ങോ ഫാബ്രിക്കേഷനോ അതൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ എനർജി കൺസ്യൂം ചെയ്യപ്പെട്ടാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി നമ്മുടെ ഉപയോഗത്തെക്കാളും കൂടിയ പ്ലാന്റാണ് വയ്ക്കുന്നത്. പിന്നെ ഇത് കൂടിയ പ്ലാന്റ് വയ്ക്കുമ്പോൾ 2 ഉപയോഗമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 5 യൂണിറ്റാണ് ഒരു ദിവസം കൺസംഷൻ. നമ്മൾ ഒരു ദിവസം 15 യൂണിറ്റുള്ള പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ 10 യൂണിറ്റ് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളോ വീടോ ഫ്ലാറ്റോ വയറവർ ഇൻ കേരള KSEBയുടെ അണ്ടറിലുണ്ടെങ്കിൽ നമുക്ക് അവിടത്തേക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് എക്സസ് വരുന്ന അവിടെ ഡീൽ ചെയ്യുമ്പോൾ അവിടുത്തെ ബില്ലും കുറയ്ക്കും. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ മാത്രം, ഇത് ഇവിടെയുള്ള ആളിൻ്റെ പേരിലായിരിക്കണം, എവിടെയായാലും ആ പേരുണ്ടായിരിക്കും, അതേ ആധാർ നമ്പറിലായിരിക്കും. അത് മാത്രമേ കണ്ടീഷനുള്ളൂ, ബാക്കിയുള്ളതൊന്നും അതിനകത്ത് പ്രശ്നമല്ല. ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്ന രീതിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സോളാർ പാനലിൽ നിന്ന് പിന്നെ ആദ്യം DC ഫോമിലാണ് സോളാർ പാനലിൽ വൈദ്യുതി വരുന്നത്. അതിവിടെ വന്നിട്ട് ഈ DC DBയിൽ വരും. ഇവിടെ അതിന് ഐസൊലേറ്റർ, സർജ്, ഫ്യൂസിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ സർജ് ഇട്ടിരിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ഹൈ വോൾട്ടേജ് വന്നാൽ ഇവിടെ തന്നെ ട്രിപ്പായി പോകണം. എന്നിട്ട് നേരെ അത് ഇൻവെർട്ടറിൽ വരും. ഇൻവെർട്ടറിൽ DCയെ യൂസേജ് ഫോർമുലയിലാക്കും, നമ്മുടെ AC ആക്കും. AC ആക്കിയതിന് ശേഷം അടുത്ത് വേറൊരു AC DB ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിനെ പ്യൂരിഫൈ ചെയ്യും. ഇതിനകത്ത് എന്തെങ്കിലും ഹൈ വോൾട്ടേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും ഒരു സർജ് ഉണ്ട്, അത് അറസ്റ്റ് ചെയ്ത് എർത്തി. ഓരോ സർജിനും ഓരോ എർത്താണ്. അതിനുശേഷം അത് നേരെ നമ്മുടെ ഒരു ജനറേഷൻ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്ററിൽ പോകും. ആ മീറ്ററിൽ ഇത് റീഡ് ചെയ്യും. നമ്മൾ എത്ര യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് റീഡ് ചെയ്യും. റീഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിലുള്ള യൂസേജ് ആയിട്ടുള്ള എല്ലാ ലോഡുകളിലേക്കും പോകും. ഈ ലോഡുകൾ പോയതിനു ശേഷം ബാക്കി വരുന്നത് ഗ്രിഡിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഇരിക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷൻ മീറ്ററാണ്, ഒരു ദിശയിൽ മാത്രം കറങ്ങുന്ന മീറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം KSEB ആ മീറ്റർ മാറ്റിയിട്ട് ബൈ ഡയറക്ഷണൽ മീറ്റർ വയ്ക്കും. അപ്പം നമ്മുടെ ഇതിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വൈദ്യുതി അതിൽ അളക്കപ്പെടും. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സോളാർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 to pass ലോവർ പൊട്ടൻഷ്യൽ. നമ്മുടെ വീടുകൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഇല്ല. അപ്പോൾ വീടുകളിലെ ലോഡുകളിലേക്ക് ആദ്യം പോയിട്ട് ലോഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് വരുന്നത് ഗ്രിഡിലോട്ട് പോകും. അപ്പോൾ ഗ്രിഡിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ വൈദ്യുതിയെക്കാട്ടിയും കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും, 220 to 30 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു 10 മുതൽ 15 വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് അങ്ങോട്ട് പുഷ് ചെയ്യും. അങ്ങനെ ആ മീറ്റർ വഴി നേരെ ഗ്രിഡിലോട്ട് പോകും. അപ്പോൾ അത് അവിടെ മെഷർ ചെയ്യപ്പെടും നമ്മുടെ നെറ്റ് മീറ്ററിൽ. എന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് വയ്ക്കുന്ന മീറ്ററിൽ മെഷർ ചെയ്യപ്പെടും. പിന്നെ ഇത് നമുക്കല്ലാതെ ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മളെ വീട്ടിലെ വൈഫൈ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് ഇത് എത്ര ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതോ ഉൽപ്പാദിപ്പിക്കുന്നില്ല, എന്താ കാരണം വെച്ചാൽ അതിനകത്ത് അറിയാൻ പറ്റും. ഇത്രയാണ് ഇതിനെ സംബന്ധിച്ച് ലഘുവായിട്ടുള്ള കാര്യം.
പിന്നെ ഇതിന്റെ മിനിമം 3 കിലോ വാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. 3 കിലോ വാട്ടിന് സബ്സിഡി കഴിഞ്ഞിട്ട് 1,50,000 രൂപയാണ് പേയബിൾ വേണ്ടുന്നത്. അതിപ്പോൾ വീട് ഷീറ്റായാലും റൂഫായാലും ഓടായാലും എന്ത് സർക്കംസ്റ്റാൻസ് ആയാലും നമ്മൾ ഫ്ലാറ്റായിട്ട് പിന്നെ 1,50,000 രൂപയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പം നമ്മുടെ ട്രസ്റ്റ് ക്ലബിലെ പ്രസിഡന്റ് സെക്രട്ടറിയുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ അതിനകത്തൊരു ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. അത് മാനേജ്മെന്റ് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ആർക്കാണോ അതിൻ്റെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അത് തരുന്നതാണ്. അപ്പോൾ അദാനിയുടെ ബൈഫേഷ്യൽ മോഡൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് T1 സാധനമാണ്, ടയർ 1 കമ്പനിയാണ്. അത് 30 വർഷമാണ് അതിൻ്റെ വാറണ്ടി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടേഴ്സ് എല്ലാം ഇവോ, ഫോക്സ് ഇങ്ങനെയുള്ള 10 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയുള്ള ഇൻവെർട്ടേഴ്സാണ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു ട്രേഡറും കൂടെയാണ്. നമ്മൾ ഏകദേശം 14 അധികം ഇൻവെർട്ടേഴ്സ് വിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നവരും 2 ഇൻവെർട്ടേഴ്സ് മാത്രമാണ്. കാര്യം ഇത് 10 വർഷം റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇനി അടുത്ത് ഇത് സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ്, ഇവോ ഫോക്സ് CSS, ഫോക്സ് CSS അതിവിടെ ഇല്ല. സാർ ഈ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഓൺ ഗ്രിഡ് ആണ്. കാരണം ഗ്രിഡ് ഓൺ ആയിരിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കും. ഗ്രിഡ് ഓഫ് ആയാൽ ഇത് പ്രവർത്തിക്കാൻ പാടില്ല. ഇതിനകത്തൊരു ആന്റി ഐലൻഡ് സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഓഫ് ആകുമ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗ്രിഡിൽ കൂടെ പോകും. അല്ലെങ്കിൽ ഈ വൈദ്യുതി ഗ്രിഡിലോട്ട് പ്രവഹിച്ചിട്ട് അവർക്ക് അത് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനാണ് ഇൻവെർട്ടർ, നോർമൽ ഇൻവെർട്ടർ വയ്ക്കാം. അതല്ലെങ്കിൽ ഹൈബ്രിഡ് വയ്ക്കാം. അപ്പൊ നമ്മൾ കറണ്ട് പോകുന്നു വരുന്നത് അറിയത്തില്ല. അപ്പൊ ഹൈബ്രിഡിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. ആദ്യം ലോഡുകൾ ഫുൾഫിൽ ചെയ്യുന്നു, രണ്ടാമത് ബാറ്ററി ചാർജ് ചെയ്യുന്നു, മൂന്നാമതാണ് ഗ്രിഡിലോട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ ആദ്യം ലോഡ് ഫുൾഫിൽ ചെയ്യുന്നു, നേരെ ഗ്രിഡിലോട്ട് പോകും. വേറെ ആക്ഷൻ ഒന്നും. ബാറ്ററി വെച്ചാൽ 5 വർഷത്തിലേക്ക് മാറണം. നോർമൽ ബാറ്ററിയാണ്. മറ്റേതാണെങ്കിൽ 15 വർഷമാണ്. ഹൈബ്രിഡ് ആണെങ്കിൽ, ഹൈബ്രിഡ് ബാറ്ററി ആണെങ്കിൽ, ബാറ്ററി ഞാൻ പറഞ്ഞില്ലേ വില കൂടിയ ബാറ്ററി, ഹൈബ്രിഡ് ബാറ്ററി ആണെങ്കിൽ ഇത് ഇല്ല, ഇൻവെർട്ടർ മാറും. അതിന് ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് സിസ്റ്റം വയ്ക്കും. ഹൈബ്രിഡ് ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ 1 കിലോ വാട്ടിന് 1.2 lakhs വരും. 5 × 1.2 അതാണ് അതിന്റെ അമൗണ്ട്. അറൗണ്ട് 6 lakhs സംതിങ് വരും. 3 കിലോ വാട്ട് ആണെങ്കിൽ അറൗണ്ട് 4 point സംതിങ് വരും. അത് നോർമൽ ആണെങ്കിൽ വെറും 1.5 ആകുന്നുള്ളൂ. ബാക്കി ഈ രണ്ട് എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു 78,000 രൂപ സബ്സിഡി അവൈലബിൾ ആണ്. ഈ 3 കിലോ വാട്ട് വയ്ക്കുന്നതിന് ടെറസിന് എത്ര സ്പേസ് എടുക്കും? 300 സ്ക്വയർ ഫീറ്റ്. അതെ, ഇതുപോലത്തെ 6 ഫാൻ വയ്ക്കും. യഥാർത്ഥത്തിൽ 3 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 3000 വാട്ട്സ്. പക്ഷെ നമ്മൾ വരുന്നത് 3200 വാട്ട്സിന്റെ പാനലും 3300 വാട്ട്സിന്റെ ഇൻവെർട്ടറുമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ആരെങ്കിലും വീടുകളിൽ ഒരു എനർജി കൺസംഷൻ കൂടെയാണ്, നിങ്ങൾക്കൊരു അടുത്ത് ഒരു പാനൽ ആഡ് ചെയ്യണമെങ്കിൽ 1 കിലോ വാട്ട് പാനൽ അതിനകത്ത് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞിരിക്കും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ഇൻവെർട്ടേഴ്സ് എന്ന് പറയും. മൈക്രോ ഇൻവെർട്ടർ ഇതെല്ലാം ഞാൻ പറഞ്ഞ DC ഫോർമാറ്റിലാണ് വരുന്നത്. മൈക്രോ ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഇൻവെർട്ടർ വീട്ടിൽ കാണത്തില്ല. പാനലിന്റെ അടിയിലായിരിക്കും ഇൻവെർട്ടർ വയ്ക്കുന്നത്. ഓരോ പാനലിലും ഓരോ ഇൻവെർട്ടർ വയ്ക്കും. അപ്പോൾ അവിടെ നിന്ന് AC-യിലാണ് ഇത് താഴോട്ട് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പഴയ ഒരു സിസ്റ്റം ഇരിക്കുകയാണ്. അത് ചിലപ്പോൾ 250 വാട്ട്സിന്റെ പാനലായിരിക്കുന്നത്. ഇപ്പോഴത്തത് 550 വാട്ട്സ് പാനലാണ്. അപ്പോൾ നമ്മൾ ഈ പാനലിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 250 വാട്ട്സിന്റെ പാനലിന്റെ വോൾട്ടേജ് ഇതിനകത്ത് MPPT ചാർജ് റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് മൈക്രോ ഇൻവെർട്ടർ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പാനലുകൾ ഇഷ്ടമുള്ള രീതിയിൽ വെച്ചിട്ട് അതിനകത്ത് ക്ലബ് ചെയ്യാൻ പറ്റും. സാർ ഈ നമ്മള് ഫിഗർ പൈസയുടെ ഇതല്ല നമുക്ക് അതിനകത്ത് എത്ര ഒരു 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 6 കിലോ വാട്ട് അല്ലെങ്കിൽ 7 കിലോ വാട്ട് മതിയാവും. പക്ഷെ അതിനകത്ത് 2 കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ 10,000 രൂപ സാറിന്റെ വീട്ടിലെ കൺസംഷൻ ആയിരിക്കില്ല 10,000 രൂപ വേറൊരു വീട്ടിലെ കൺസംഷൻ. അതിനകത്ത് കൺസംഷനിൽ ഡിഫറൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചില വീട്ടിൽ TOD ബില്ലിംഗ് ആയിരിക്കും, ടൈം ഓഫ് ദി ഡേ എന്ന് പറയും. ഒരു മാസം 250 യൂണിറ്റ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബില്ല് TOD ആവും. അപ്പോൾ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് നോർമൽ ടൈം എന്ന് പറയുന്നത്. വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ പകലിന്റെ 120% കൂടുതൽ കഴിയണം, പീക്ക് ടൈം എന്ന് പറയും. എന്നിട്ട് നൈറ്റ് 10 to another day 6 o'clock എന്നുള്ളത് പകലിന്റെ 100%. അപ്പൊ ഈ രാത്രിയിലും വൈകുന്നേരത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ബില്ല് എന്ന് പറയുന്നത് മറ്റേ ബില്ലിനെക്കാട്ടി കൂടുതലായിരിക്കും. കേരളത്തിൽ എല്ലായിടത്തും ആയല്ലോ 251 യൂണിറ്റ് വരെയാണെങ്കിൽ ഏപ്രിൽ തൊട്ട് തുടങ്ങി. 10,000 വരുന്നവരെല്ലാരും TOD ആദ്യം പറയേണ്ടത് ഓൺ ഗ്രിഡിന്റെ 3 year 5 അത് പറ, അത് കഴിഞ്ഞിട്ട് ഓഫ് ഗ്രിഡ് പറ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ മനസ്സിലാവും. ഓൺ ഗ്രിഡ് 3 കിലോ വാട്ടിന് 1.5 ലക്ഷം എന്ന് പറഞ്ഞു. 1.5 ലക്ഷം സ്ട്രക്ചറാണ് എല്ലാം ഇൻക്ലൂഡഡ്. സ്ട്രക്ചർ പിന്നെ എല്ലാ എർത്ത് വർക്ക്, എർത്തിങ്, ലൈറ്റനിങ് അറസ്റ്റർ,
പിന്നെ മറ്റേ കോൺക്രീറ്റ് ഉണ്ട് ഇതിന്റെ ബേസുകൾ, അതിന്റെ ജോബ്, പിന്നെ നമ്മുടെ ഷീറ്റിന്റെ മുകളിലാണെങ്കിൽ അതിലൊരു ഡോർ ഉണ്ടാവും, ഒരു വോക്കേ ഉണ്ടാവും, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടല്ല ഇതിനകത്തൊരു വേറൊരു ബെനിഫിഷ്യറി കൺസ്യൂമേഴ്സ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ 3 കിലോ വാട്ടിനും 3000 സംതിങ് രൂപ നമ്മൾ ഫീസ് അടയ്ക്കുന്നുണ്ട്. 1 കിലോ വാട്ടിന് 1280 രൂപ വെച്ച് KSBക്ക് ഫീസ് അടയ്ക്കും. ഇതിന്റെ 80% ഈ നമ്മുടെ GST കഴിഞ്ഞിട്ട് ബാക്കി കൺസ്യൂമർക്ക് ഫേവറബിൾ ആയിട്ടാണ് വരുന്നത്. കൺസ്യൂമറുടെ അക്കൗണ്ടിൽ വിത്തിൻ 1 മന്തിനകത്ത് നമ്മളൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കൺസ്യൂമർ അക്കൗണ്ടിൽ വരും. അതും കൺസ്യൂമർക്ക് ബെനിഫിഷ്യറി ആയിട്ടാണ് വരുന്നത്. അതെ അതെ, അതെ, ഇടയ്ക്കുന്ന പൈസയുടെ 80% കൺസ്യൂമർക്ക് തിരിച്ചു കിട്ടും. അല്ല, ലോണിന് സെക്യൂരിറ്റി ഉണ്ട് സാർ. ഈ ജൻസമൃദ്ധി പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പുതിയ പോർട്ടുണ്ട് നമ്മുടെ എല്ലാ എംപാനലുകാർക്കും. അതിനകത്തൊരു ലോഗിൻ ID ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കൺസ്യൂമർക്ക് ലോൺ വേണമെങ്കിൽ നമ്മൾ ആദ്യം MNR, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, അവരാണ് ഈ ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ. അതിനകത്ത് ആദ്യം രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവർ നമുക്കൊരു 78,000 രൂപ സബ്സിഡി അലോട്ട് ആയെന്ന് പറഞ്ഞ് ഒരു പേപ്പർ തരും. എന്നിട്ട് നമ്മൾ KSEBിൽ കൊണ്ടുവന്നൊരു ഫീസിബിലിറ്റി എടുക്കും. അപ്പൊ KSEBിൽ ഫീസിബിലിറ്റി ഒരു സെക്യൂരിറ്റി കൊടുക്കും. ഈ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ കൊളാറ്ററൽ എന്ന് പറയുന്നത്. നമ്മൾ വെക്കുന്ന സോളാർ പാനൽ അതിനോടനുബന്ധിച്ചുള്ള സാധനമാണ്. അതെ അതെ, ഇത് വേറെ ഒരു സെക്യൂരിറ്റി ആവശ്യമില്ല, ഒന്നും കൊടുക്കില്ല. എല്ലാ ബാങ്കും ഉണ്ട്, കാനറ ബാങ്ക്, SBI, മോസ്റ്റ്ലി കാനറ SBI ആണ്. എത്ര പെർസെന്റേജ് ആണ്? 2 ലക്ഷം വരെ 7%, 2 ലക്ഷത്തിന്റെ മുകളിൽ 10%. 3 കിലോ വാട്ടിന് 7%. 6.9 അല്ലേ? അത് ചെറിയ വ്യത്യാസം പറഞ്ഞുണ്ട്. പക്ഷെ നമ്മളിപ്പോ കണ്ട എല്ലാം 7% ആണ് വന്നെങ്കിൽ 1.50 ആണ് നമ്മൾ വാങ്ങണത്. 2 ലക്ഷം രൂപ വരെ 3 കിലോ വാട്ടിന് ലോൺ തരും. നമ്മുടെ ഭാഗത്തുനിന്നൊരു എത്ര പെർസെന്റേജ് അടക്കേണ്ടി വരും? ബാക്കി വരണത് നമ്മൾ ബാങ്കിൽ അടയ്ക്കും. സബ്സിഡി കഴിച്ചല്ലേ 1.5? അതെ അതെ, ഈ സബ്സിഡി എന്ന് പറഞ്ഞത് ഈ അക്കൗണ്ടിലായിരിക്കും വരുന്നത്. 2.25 വരും. നിങ്ങൾക്ക് നമ്മൾ 2.25 തരണം. അതെ, പിന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു. സബ്സിഡി കഴിഞ്ഞിട്ടുള്ള പൈസ തന്നാൽ മതിയോ? അല്ല, നമ്മളിപ്പോ ക്യാഷ് ആണ് പേ ചെയ്യണമെങ്കിൽ സബ്സിഡി കഴിഞ്ഞിട്ട് എമൗണ്ട് തന്നാൽ മതി. ലോൺ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഇൻസ്റ്റന്റ് ലോൺ. അപ്പൊ നിങ്ങളുടെ സബ്സിഡി ആ ലോൺ അക്കൗണ്ടിലായിരിക്കും വരുന്നത്. പിന്നെ ഇത്രയും വരുമോ? 1.5 വരുമോ? എന്താണ് 3 കിലോ വാട്ടിന് 1.5 വരും. 3 കിലോ വാട്ടിന് 1.5 എടുപ്പ്. പിന്നെ നമ്മുടെ പ്രസ് ക്ലബ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ ഇത് ഉപയോഗിക്കുന്നത് ബൈഫേഷ്യൽ അതാറിന്റെ പേരിലാണ്. ഇത് 1 വാട്ട്സിന് 29 രൂപയും 12% GST ആണ് ഇതിന്റെ കോസ്റ്റ്. ഇത് ഒരു എത്ര വാട്ട്സാണ്? ഇത് 550 വാട്ട്സ്. ഇത് ടോപ്കോൺ ആണോ? ടോപ്കോൺ അല്ലല്ലേ, ടോപ്കോൺ അല്ല, ഇത് ബൈഫേഷ്യൽ. ടോപ്കോൺ അല്ല. അതാనికి ടോപ്കോൺ ഉണ്ട്. ടോപ്കോൺ ഉണ്ട്, ടോപ്കോൺ കൊണ്ടുവന്നില്ല. ടോപ്കോണിന്റെ വിലയല്ല, ടോപ്കോണിന്റെ വിലയല്ല ഈ പറഞ്ഞത്. അല്ലല്ല, ഇത് ബൈഫേഷ്യലിന്റെ വിലയാണ്. ടോപ്കോൺ ആണെങ്കിൽ 31 രൂപയും പ്ലസ് GST ആണ്. 12 ഒരു പാനലിന്റെ വില, 1 വാട്ട്സിന്റെ വില. ഇത് ഇനി 550. ഇപ്പൊ സംസാരിക്കുന്നത് ടോപ്കോൺ പാനലിനെ പറ്റിയാണ്. അല്ല, ബൈഫേഷ്യലിന് എത്രയാണ്? ബൈഫേഷ്യലിന് 1 വാട്ട്സിന് 29 രൂപ പ്ലസ് GST വരും. അല്ല സാറേ, അത് എത്ര വാട്ട്സ്? ടോപ്കോണിന് ഡിഗ്രഡേഷൻ ഇല്ല. ഇത് ഓരോ 5 വർഷത്തിലൊരിക്കുകയും ഓരോ 0.2% ഡിഗ്രഡേഷൻ ഉണ്ട്. ടോട്ടൽ 30 വർഷമാകുമ്പോൾ ഒരു 10% ഇപ്പോഴത്തെ കളി ജനറേഷൻ കുറവായിരിക്കും. മറ്റത് N ടൈപ്പ് ആണ്. അതിന് ജനറേഷൻ ഇത് ഡിഗ്രഡേഷൻ എന്ന സംഭവം ഇല്ല. ഈ പിന്നെ ടോപ്കോൺ, അതൊന്നും ടോപ്കോൺ ഇല്ല. ഇപ്പൊ കിട്ടുന്ന അതേ സാധനം കിട്ടും. അതെ അതെ, അത് പഴയ കിട്ടും. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോളിഡ് എവിഡൻസ് ഇല്ല. ടെക്നിക്കലായിട്ട് അങ്ങനെയാണ് പറയുന്നത്. കാര്യം ഇത് വളരെ 6 മാസമായിട്ടുള്ളൂ എത്തിയിട്ട്. വില കൂടുതൽ. അപ്പൊ ഇത് നമ്മള് ടോപ്കോൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ 3 കിലോ വാട്ട് 1,60,000 രൂപ. 5 കിലോ വാട്ട് ആണെങ്കിൽ അതിനകത്ത് 20,000 രൂപ കൊടുക്കണം. കാര്യം ഈ പാനലിന്റെ വില കൂടുതലാണ്, അതാണ് അതിന്റെ കാരണം. സാർ, വീട്ടില് യൂസേജ് കൂടുതലായിരിക്കും. 5 കിലോ വാട്ടിന് 5 കിലോ വാട്ട് 2,40,000 സബ്സിഡി കഴിഞ്ഞു. സർ, 3 കിലോ വാട്ടില് മിനിമം 15 യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടും. 20-21 യൂണിറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല തുറസായിട്ട് വേറെ ഷെയ്ഡുകൾ, വിദൂര ഷെയ്ഡുകൾ ഇല്ലായിരുന്നു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരമുള്ള വെയിൽ കൂടുതൽ കിട്ടും. മറ്റുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ രാവിലെ 9 മണിയാകുമ്പോഴാണ് 10 മണിയാകുമ്പോഴാണ് വെയിൽ വരുന്നത്. പിന്നെ വൈകുന്നേരം 2:30-3 മണി കഴിയുമ്പോൾ അടുത്ത വീടിന്റെ ഒക്കെ ഷെയ്ഡ് വന്നിട്ട് കുറയും. അങ്ങനെയുള്ളിടത്ത് 15 യൂണിറ്റേ കിട്ടുള്ളൂ. പക്ഷെ വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്നിടത്ത് കൂടുതൽ യൂണിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. എന്നാലും സാർ, ഒരു ദിവസം 15 യൂണിറ്റ്. അപ്പൊ നമ്മളെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് എത്ര യൂണിറ്റ് ഉണ്ട്? ഇപ്പൊ എക്സാമ്പിൾ ഒരു 1 ടൺ AC
ഒരു ടണ്ണിന്റെ AC അത് 5 സ്റ്റാർ റേറ്റിംഗുള്ള AC ആണെങ്കിൽ ഒരു നൈറ്റിൽ അത് കൺസ്യൂം ചെയ്യുന്നത് അറൗണ്ട് 2.3 യൂണിറ്റ് വൈദ്യുതിയാണ്. അത് 3 സ്റ്റാർ ആണെങ്കിൽ 3.4 ആവും. അത് സ്റ്റാർ ഇല്ലാത്താണെങ്കിൽ 5 യൂണിറ്റ്സ് വരും. അപ്പൊ നേരത്തെ ഒരു ചേട്ടൻ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഇപ്പം ഒരിടത്ത് 5 സ്റ്റാർ AC ആയിരിക്കും, അവരെ കൺസംഷൻ കുറവായിരിക്കും. അതേ AC പിന്നെ ഈ സ്റ്റാർ റേറ്റിംഗ് ഇല്ലാത്തതാണെങ്കിൽ അതിനകത്ത് എനർജി കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഡിഫറൻസ് വരും യൂസേജ്. എന്തിലോട് കണക്ട് നമ്മൾ KCB പോലെ തന്നെ എന്തിലോട് കണക്ട് ചെയ്ത് അൺലിമിറ്റഡ് ആണ്. എന്താ സാർ? ബൈഫേഷ്യൽ 2 സൈഡ് ഇതും ജനറേറ്റ്. താഴെ ഇപ്പൊ നമ്മൾ നല്ല ഗ്ലോസി ആയിട്ടുള്ള പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫ് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് അടിക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഒരു ആഴ്ചയിലൊരിക്കൽ അവിടെ ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ 20% ജനറേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാര്യം ഇത് ലൈറ്റ് പെനിട്രേറ്റ് ചെയ്തിട്ട് വിവിധ ആംഗിളുകളിൽ തിരിച്ചു പോകുമ്പോൾ അതിനെയും കൂടി അത് അബ്സോർവ് ചെയ്യാൻ പറ്റും. അടിയുന്നു. ഈ സബ്സിഡി നിങ്ങൾ തന്നെ മേടിച്ച് കൺസ്യൂമറിന്റെ അതുകൊണ്ട് നമ്മളിപ്പോ സബ്സിഡി ഇപ്പൊ ഡയറക്റ്റ് പേ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ സബ്സിഡി കുറച്ചാണ് മേടിക്കുന്നത്. സബ്സിഡി കസ്റ്റമർ അക്കൗണ്ട് വന്നതിന് ശേഷം അവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നു. അതല്ലെങ്കിൽ അവരിൽ നമ്മളൊരു PDC ചെക്ക് മേടിക്കും. അവരുടെ അനുവാദത്തോടെ നമ്മൾ ആ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് കളക്ട് ചെയ്യുന്നത്. അപ്പൊ കൺസ്യൂമർക്ക് അങ്ങനെ ഒരു ഫേവർ കിട്ടും. കാര്യം അവര് ഇതിന്റെ പുറകെ പോകണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും സ്വന്തമായിട്ട് ഇത് കുറച്ച് മേടിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യാതെ വരും. അപ്പൊ കസ്റ്റമർക്ക് കൃത്യമായിട്ട് സബ്സിഡി കൃത്യസമയത്ത് കിട്ടണമെന്നില്ല. ഇതിന് ശേഷമുള്ള കസ്റ്റമർ കെയർ എങ്ങനെയാണ്? കസ്റ്റമർ കെയർ എന്ന് വെച്ചാൽ വർഷത്തിൽ 3 പ്രാവശ്യം സർവീസ് ചെയ്യും. പിന്നെ എർത്ത് ടെസ്റ്റ് ചെയ്യും, ലീക്കേജ് ടെസ്റ്റ് ചെയ്യും, പാനൽ വാഷ് ചെയ്യും. അങ്ങനെ 5 വർഷം ഫ്രീ സർവീസാണ്. 5 വർഷം കഴിഞ്ഞ് AMC എടുക്കുക. ഇപ്പം കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ ഒരു 1200 രൂപ വരും. മറ്റേ പഞ്ചായത്തുകളോട് വരുമ്പോൾ ഒരു 200 രൂപ 300 രൂപ വ്യത്യാസമുണ്ട് ഒരു ഇയറിലേക്കുള്ള. അല്ലെങ്കിൽ സന്ദീപ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ വീട്ടുകാരെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടി. 5 വർഷം കഴിഞ്ഞാൽ 1200 രൂപ വരും. പഞ്ചായത്തിലാണെങ്കിൽ 200 300. അത് ഈ ട്രാൻസ്പോർട്ടേഷന്റെ പൈസയാണ് പോകുന്നത്. വാഷിംഗ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എർത്ത് വർക്ക് ഇങ്ങനെയുള്ള എർത്ത് കാര്യങ്ങൾ വേറെ ഒന്നും വരത്തില്ല അതിനകത്ത്. ഇപ്പൊ വാഷിംഗ് ആണ് പ്രധാനമായിട്ട്. ഇപ്പൊ നമ്മള് നല്ലവണ്ണം ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് വർക്ക്. അല്ലാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടെ അറിയാൻ പറ്റും. വർക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് ജനറേഷൻ ഇല്ല, 0 ആയിരിക്കും. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. കസ്റ്റമർ സിഗ്നേച്ചർ മാത്രം ചെയ്തേ, വേറെ ജോലിയില്ല. ലോൺ എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരു പ്രാവശ്യം ബാങ്കിൽ ഈ ഡോക്യുമെന്റ് കൊണ്ട് പോയിട്ടില്ല, അത്രയേ ഉള്ളൂ. വേറെ ഒരു കാര്യത്തിനും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഒരു 3 കിലോ വാട്ടിന്റെ ആണെങ്കിൽ അറൗണ്ട് 2.6 to 2.8 വരും. അതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവർ അടയ്ക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ലിന്റെ തുകയാണ്. അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് ചെയ്യുന്നത്. 5 കിലോ വാട്ട് 2.45 lakhs. മറ്റേതാണെങ്കിൽ 20,000 കൊണ്ടുവരും. 265 വരും. അതെ, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ടോപ്പ് കോൺ ചെയ്യുന്നു. അത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ് ടോപ്പ് കോൺ. അല്ല, ടോപ്പ് കോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില വീട്ടിൽ സാറിന്റെ വീട്ടില് സാറിന്റെ സുഹൃത്തിന്റെ വീട്ടിനെക്കാട്ടിയും 2 പേർക്കും കൺസംഷൻ യൂസേജ് ഒരേപോലെയാണ്. ഒരാളുടെ വീട്ടിൽ 2 AC ഉണ്ട്, മറ്റുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ സാറിന്റെ വീട്ടിലെ AC ഈ സ്റ്റാർ റേറ്റിംഗ് അല്ലെന്ന് വിചാരിക്കുക. അപ്പൊ അടുത്ത സുഹൃത്തിന്റെ വീട്ടിലെക്കാട്ടി കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പൊ സാറിന് 3 കിലോ വാട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച്, സാറിന്റെ വീട്ടിൽ സാറ് 3 കിലോ വാട്ട് ടോപ്പ് കോണിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ജനറേഷൻ കുറച്ച് കൂടുതലുണ്ട്, കറണ്ട് കൂടുതലാണ്. മറ്റേതിനകത്ത് ഒരു 14 ആംപിയർ കറണ്ടേ വരുള്ളൂ, ഇത് 16 ആംപിയർ കറണ്ട് വരും. അപ്പൊ പിന്നെ അത് പോയിട്ട് ഈ 3 കിലോ വാട്ടില് മറ്റേ കിട്ടുന്നത് 4² mm DC കേബിളാണ്, ഇതിനകത്ത് 6² mm കേബിളാണ്. അങ്ങനെ വെച്ചാൽ ഇത് 6 ആണ്, കാര്യം ഇത് കറണ്ട് കൂടുതലാണ് ടോപ്പ് കോണിൽ. അങ്ങനെയുള്ള ചെറിയ ടെക്നിക്കൽ ഡിഫറൻസ്. 3 കിലോ വാട്ട് ബൈഫേഷ്യൽ ആണെങ്കിൽ 1.6 പ്ലസ് സബ്സിഡി, 1,60,000 പ്ലസ് സബ്സിഡി. 150 ബൈഫേഷ്യൽ, ടോപ്പ് കോൺ 160. ഈ കറണ്ട് പോകുമ്പോഴേ നമ്മൾ ഇൻവെർട്ടർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമോ? പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഇതേപോലത്തെ ഒരു നോർമൽ ഇൻവെർട്ടറും ബാറ്ററിയാണ്. 1000 BAയുടെ ഒരു ഇൻവെർട്ടറും ഒരു 150 AH ബാറ്ററി ആണെങ്കിൽ അറൗണ്ട് 17,500 അത് നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഇൻവെർട്ടറും ബാറ്ററി ഉൾപ്പെടെ 5 വർഷം വാറണ്ടി. അല്ല, പാനൽ ഇല്ല, കുറച്ച് ലൈറ്റ് അങ്ങനെ കുറച്ച് നമുക്ക് അത്യാവശ്യമുള്ള ലൈറ്റും ഫാനും. അത് നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് അതിന്റെ ടൈം കൂട്ടാൻ പറ്റും. ഇപ്പൊ നോർമലായിട്ട് അതൊരു 1 hour 1.5 hour ആണ് ഫുൾ ലോഡിൽ. കറണ്ട് പോകുമ്പോൾ നമ്മൾ ലോഡ് കുറച്ച് കഴിഞ്ഞാൽ അത് 6 മണിക്കൂർ 7 മണിക്കൂർ ഉപയോഗിക്കും.
ഇല്ല, വേറെ ഇൻവെർട്ടർ വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തതിനു ശേഷം നമുക്കൊരു 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് ഇൻവെർട്ടർ വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വെക്കും. കംപ്ലൈന്റ് എത്ര രൂപയാവും റിപ്പയർ ചെയ്യണമെങ്കിൽ? അത് ഡിസാസ്റ്ററിനനുസരിച്ച്. ഇപ്പൊ ഇൻവെർട്ടറാണ് പിന്നെ ഡാമേജ് ആയത് 10 കൊല്ലം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞിട്ടില്ല ഈ അതെ 10 കൊല്ലം കഴിഞ്ഞ് ഒരു ഇൻവെർട്ടർ മാറിയാൽ ഇപ്പോഴത്തെ വിലയാണെങ്കിൽ ഒരു 26,000 പ്ലസ് 18% GST. അതാണ് എന്റെ അപ്പം കോസ്റ്റ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ 10 വർഷത്തെ നമ്മൾ ഇതൊന്നും ഒന്നും നോക്കേണ്ട ആവശ്യം ഇല്ല, ഇൻഷുറൻസ് ഒന്നും നോക്കണ്ട. ഈ ഡിസാസ്റ്ററിൽ ലൈറ്റിംഗിൽ ഇത് കത്തിപ്പോയാൽ നമ്മള് burden ഇല്ല, നമുക്ക് burden ഇല്ല. ലൈറ്റനിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സഹിക്കണം, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. ഇൻഷുറൻസ് അത് ഇല്ല. അത് ഇൻവെർട്ടറിനും ഞാൻ ചോദിക്കുന്ന പാനലിനല്ല, ഇൻവെർട്ടറിനും അത് ബാധകമാണ്. ഇൻവെർട്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടറിന് ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ പറഞ്ഞ പാനലിന്റെ കാര്യം. പാനലിന്റെ കാര്യം ഇൻവെർട്ടറിന് ഇത് റീപ്ലേസ് ചെയ്യും. എന്താണേലും അതെ അതെ, ഈ 10 വർഷം 10 വർഷം റീപ്ലേസ് ചെയ്യും. 10 വർഷത്തേക്ക് പാൻ രണ്ടും റീപ്ലേസ് ഉണ്ടോ? പാനൽ റീപ്ലേസ് ചെയ്യില്ല, പാനില്ല. ഇൻവെർട്ടർ റീപ്ലേസ് അല്ല, പാനലിന് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. പാനലിന് ഗ്യാരണ്ടി ഉണ്ട്. 15 വർഷം റീപ്ലേസ് guarantee ചെയ്യും. മാനുഫാക്ചറിംഗ് ഡിഫക്ട്സിന് എതിരായിട്ടാണ് അത് റീപ്ലേസ് ചെയ്യുന്നത്. ലൈറ്റിനിങ്ങിന് ഗ്യാരണ്ടി ഇല്ല, ലൈറ്റനിങ് ഗ്യാരണ്ടി. രണ്ട് കേടല്ലേ പാനലിന് വരുള്ളൂ. ഒന്ന് ലൈറ്റ്, പിന്നെ ഈ പാനലിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ ജനറേഷൻ ജനറേഷൻ കുറവ് വരിക, അതിന് വേറെ എന്തെങ്കിലും ഡാമേജ് വരിക, അതിന് റീപ്ലേസ് ചെയ്യും. മാനുഫാക്ചറിംഗ് അഗൈൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ജനറേഷൻ ഒരു പാനലിൽ ജനറേഷൻ ഇല്ല, ഇല്ല, അത് മാറ്റും. അങ്ങനെയാണ് ആ, മാറ്റും. അതിത്ര അല്ലാതെ ഇപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് ഒരു തേങ്ങയോ അങ്ങനെ വീട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഈ സാധനങ്ങളൊക്കെ എവിടാണ് വെക്കുന്നത്? മേളിലാണോ അതോ ഇത് താഴെ? ഡിസ്റ്റൻസിന് നോക്കിയിട്ടാണ്. ഇപ്പൊ നമ്മള് ഒരു റൂഫിന്റെ മുകളിലാണ് വെക്കുന്നത്. അവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് വെച്ചാണ് മാക്സിമം ജനറേഷൻ. കൺവീനിയന്റ് ആയിട്ട് സാധാരണ ഗാരേജിലാണ് വെക്കുന്നത്. AC യിൽ വെച്ചേക്കുന്ന മീറ്ററൊക്കെ താഴത്തെ അല്ലെ, അതിന്റെ അടുത്താണ് സാധാരണഗതിയിൽ വെക്കുന്നത്. ഇതെല്ലാം വെക്കുന്നത്. പിന്നെ അവിടെ ചിലപ്പം പെർമിസബിൾ ആയിരിക്കില്ല, ചില സ്ഥലത്ത് അത് സ്ഥലം ഉണ്ടാവില്ല. എങ്കിൽ ടെറസിന്റെ മുകളിൽ മഴ നനയാത്ത സ്ഥലത്ത് വെക്കും. അല്ലെങ്കിൽ ചിലടത്ത് നമ്മളിങ്ങനെ ചെറിയ റൂഫിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെക്കും. ഇപ്പൊ ചിലയിടത്ത് മീറ്ററിന്റെ സൈഡിൽ മീറ്ററേ മഴ നനഞ്ഞ് അയക്കിയിരിക്കുന്നത്. നമ്മളതിൽ ഒരു റെയിൻ ഗാർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു സിംഗിൾ ഫേസിലാണെങ്കിൽ ഒരു 1500 രൂപ കൊടുത്ത ഫൈബറിലുള്ള സാധനം. ആ സാധനം വയ്ക്കും അതിന്റെ മുകളിൽ, അപ്പൊ മഴ നനയില്ല. അതല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പീസ് ഷീറ്റ് ഇട്ടിട്ട് അതൊന്നും കോസ്റ്റ് സാധാരണ വാങ്ങാറില്ല, അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അത് എറൗണ്ട് ഇപ്പൊ നമ്മള് ലേബർ ചാർജിൽ നോക്കുകയാണെങ്കിൽ 2500 രൂപ കോസ്റ്റ് വരും. ഒരു ബിൽഡർ 2-3 മണിക്കൂർ ഇതിന് എടുക്കും. മേളിൽ തന്നെ അങ്ങ് ചെയ്യും അല്ലേ? ഇതിന്റെ മുകളിൽ പിടിക്കും ചെയ്യും. അപ്പൊ ഇത് മഴ നനയാതെ അല്ല, ഈ ടെറസിൽ തന്നെ ചെയ്യും വേണം. എവിടെ വേണം ചെയ്യാൻ പറ്റും. ടെറസിൽ ഇപ്പൊ മീറ്റർ ബോക്സിന്റെ സൈഡിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇതല്ല, നമുക്ക് ഏറ്റവും നല്ല പാനലിന്റെ അടുത്ത് വെക്കുന്നതാണെന്നല്ല. കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റർ ബോക്സിന്റെ അടുത്ത് വെക്കുന്നതാണ്. ഇപ്പൊ ഒരു വീട്ടിലെന്ന് വെച്ചാൽ സാധാരണ ഒരു 6 മീറ്റർ 8 മീറ്റർ പൊക്കെ ഉണ്ടാവുള്ളൂ പരമാവധി. അപ്പൊ അതിനൊന്നും ഇത് കുഴപ്പമില്ല. അതിലും കൂടുതൽ ഇപ്പൊ ചിലർ ഫ്ലാറ്റിലായിരിക്കും വെക്കുന്നത്, അത് 4ാമത്തെ നിലയിലായിരിക്കും. അപ്പോഴും നമ്മൾ മുകളിൽ വെക്കും. അല്ലെങ്കിൽ അത്രയും രണ്ടാമത്തെ നിലയുടെ മുകളിലാണെങ്കിൽ 2ാമത്തെ നിലയിൽ മുകളിലും വെക്കാൻ പറ്റും. അപ്പൊ അതിനെക്കാട്ടി താഴെ വെച്ചാലും കുഴപ്പമില്ല. കാര്യം ഒരു 15 മീറ്റർ വരെ ഇത് പെർമിസിബിൾ ആണ്. ഇത് നമ്മൾ ഈ പൈസ എല്ലാം അടച്ചു കഴിഞ്ഞ് എത്ര ദിവസത്തിനാണ് നിങ്ങൾ ചെയ്യുക? ഇത് നമ്മൾ ഡയറക്റ്റ് ക്യാഷ് ചെയ്യുകയാണെങ്കിൽ 50% അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 5 ഡേയ്സിൽ നമ്മൾ പണി തുടങ്ങും. എത്ര ദിവസം വേണം ഒരു വീട്ടിൽ? 2 ദിവസം. 2 ദിവസം. 3 കിലോട്ട് 5 കിലോട്ട് 2 ദിവസം വരും. ഇതിന് നമ്മൾ ഏതെങ്കിലും സ്വിച്ച് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ? ഒന്നും വേണ്ട. അത് ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ രീതി. നമ്മൾ സോളാർ പാനലായിരിക്കണം, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സിസ്റ്റം നിങ്ങൾ ഇവിടെ സിറ്റിയിൽ എവിടെയെങ്കിലും സ്ഥലത്ത് ഇംപ്ലിമെന്റ് നമുക്ക് കാണാൻ പറ്റുമോ? ഇവിടെ നിയറസ്റ്റ് ആയിട്ട് പിന്നെ സ്കൂൾ കാണാൻ പറ്റും. നമ്മുടെ തൈക്കാട് സ്കൂള്, ഈ യൂണിറ്റ് ആണോ? ആ മറ്റേ തൈക്കാട് LP സ്കൂൾ, പോലീസ് ഗ്രൗണ്ടിന്റെ ബാക്കിലുള്ള. പിന്നെ വീടുകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് വീടുകളിൽ ചോദിക്കണം ആരോ വീട്ടിൽ പെർമിറ്റ് ഉള്ളതാണോ വിഷ്വലൈസ് ചോദിക്കേണ്ട അവരോട് എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട്. നമ്മൾ റെഫറൻസ് നമ്പർ തരാം, ടെലിഫോൺ നമ്പർ തരാം. ഒരു സാറിന്റെ വീട് എവിടെയാണ്? ചെമ്പശ്ശേരി. ചെമ്പശ്ശേരി ലൈനിന്റെ അടുത്താണ്. ജംഗ്ഷൻ അവിടെ അതിനടുത്തുള്ള ഒരാളുടെ നമ്പർ തരാം. എല്ലാവരുടെ വീട്ടിന്റെയും ഒരു 5 കിലോമീറ്റർ ചുറ്റുള്ള ഒരു പ്ലാനൊക്കെ നമുക്കുണ്ടാവും. ഉണ്ട്, പാൽക്കുളങ്ങരയുണ്ട്, അമ്പലത്തിന്റെ അടുത്തുണ്ട്. പിന്നെ ഈ ട്രാൻസ്ഫോമർ ഓവറായി വെക്കാൻ സർ, ഈ നമ്മുടെ ഈ ഫീസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, ഫീസിബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോമറിന്റെ 1000 VA ആണ് അതിന്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. നേരത്തെ അതിന്റെ 75% ആണ് കണക്ടിവിറ്റി കൊടുത്തത്, ഇപ്പൊ 90% ആക്കി. അപ്പൊ അതിലും കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് KCBയുടെ ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മളിപ്പോ സാറിന്റെ ഇലക്ട്രിസിറ്റി ബില്ലിൽ ആദ്യം മുകളിൽ എഴുതിയിരിക്കും സാറിന്റെ സ്ഥലം എവിടെയാണ്, സാറിന്റെ സെക്ഷൻ ഓഫീസ്. അതിന്റെ താഴെ ഈ പോസ്റ്റിന്റെ നമ്പർ, ട്രാൻസ്ഫോമറിന്റെ പേര് എല്ലാം അവിടെ എഴുതിയിരിക്കും. സാറിന്റെ ഇലക്ട്രിസിറ്റിയിൽ പരിശോധിച്ചാൽ കാണാം, ഈ പോസ്റ്റ് നമ്പറിന്റെ താഴെ ട്രാൻസ്ഫോമറിന്റെ പേര് എഴുതിയിരിക്കും. ആ ട്രാൻസ്ഫോമറിൽ നമ്മൾ നോക്കും എത്രയാണ് അതിനകത്ത്. അതിൽ ആ ട്രാൻസ്ഫോമർ നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും ഇതിനകത്ത് ഇത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര ബാലൻസ് ഉണ്ട്. ഇപ്പൊ കന്റോൺമെന്റ്, ഗൗരീശവട്ടം, അമ്പലമുക്ക്, പിന്നെ
ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമർ ആൾറെഡി ഫുള്ളായിരിക്കും. പറ്റത്തില്ലേ? പറ്റും. ഇപ്പൊ കൊല്ലത്ത് ഒരു സ്ഥലത്ത് പിന്നെ ചേട്ടാ സ്ഥലത്തിന്റെ പേരൊന്നും കൊല്ലത്ത് അതിന്റെ പ്രതിവിധി എന്താണ് പറ്റത്തില്ല? തങ്കശ്ശേരിയിൽ ഒരു ട്രാൻസ്ഫോമർ കഴിഞ്ഞ 6 മാസമായിട്ട് ഫില്ലായിരുന്നു. അപ്പൊ അവർ മാറ്റി. ട്രാൻസ്ഫർ അവര് മാറ്റും. KCB അപ്ഗ്രേഡ് മാറ്റിയ വയ്ക്കും. അല്ല വേറെ ഓപ്ഷൻ പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഹൈബ്രിഡ് വയ്ക്കാന്നുള്ളത്. ഹൈബ്രിഡിന് ട്രാൻസ്ഫോമറിന്റെ നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ട. ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. ആയിട്ട് ബന്ധമില്ല. ഒരു ബന്ധമില്ല. ഇലക്ട്രിസിറ്റി വേണ്ട. ഹൈബ്രിഡ് വെച്ചാൽ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധമില്ല. ഇലക്ട്രിസിറ്റി വേണ്ട നമുക്ക്. KCBയുടെ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. നമ്മള് ഇത് പകല് സോളാർ ചെയ്ത് പ്രവർത്തിക്കും, രാത്രിയാവുമ്പോൾ ബാറ്ററി പ്രവർത്തിക്കും. 3.5 പൈസ. പൈസ. പിന്നെ ഇത് വേണം 3 ഫേസ് വേണം മസ്റ്റല്ലേ? അതോ അത് 5 കിലോവാട്ടിൽ കൂടുതലാണെങ്കിൽ 3 ഫേസ്. KCBയുടെ LT1 കണക്ഷൻ എന്ന് പറഞ്ഞത് LT1A എന്ന് പറയുന്നതിൽ പരമാവധി ഒരു വീട്ടിലെ കണക്ടറിലൂടെ സിംഗിൾ ഫേസിൽ 5000 പേഴ്സൺ. അത് ഇവിടെ 5000 കൂടുതലാണെങ്കിൽ 3 ഫേസ് ആയിരിക്കും. എങ്കിലും കണക്ഷൻ കിട്ടുന്നതല്ല. നമുക്കിപ്പം സിംഗിൾ ഫേസ് ആണ്, അതിന് കുഴപ്പമൊന്നുമില്ല. 5 കിലോവാട്ട് വരെ വയ്ക്കാൻ പറ്റും. 3 കിലോവാട്ട് മതി. അല്ല 5 കിലോവാട്ട് വരെ സിംഗിൾ ഫേസ് കണക്ട് ചെയ്യും. അവർക്ക് 3 ഫേസ് വെക്കണം പറഞ്ഞിട്ട് ഇപ്പൊ അവര് അത് 5 കിലോവാട്ടിൽ കൂടുതലായിരിക്കും. 5 കിലോവാട്ട് വെക്കുന്നത്. 5 കിലോവാട്ടിന് സിംഗിൾ ഫേസ് മതിയാവും. അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ, ചില AEമാരുടെ ചില ദുർവാശി സംഭവമുണ്ട്. അവര് പ്രൊസീജിയർ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് GO 2023 മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കണക്ടർ ലോഡ് ചില വീട്ടിൽ 1000 ആയിരിക്കും, 2000 ആയിരിക്കും, നമുക്ക് 5 കിലോവാട്ട് വയ്ക്കാം. ഈ എൻഹാൻസ്മെന്റിന് പൈസ വാങ്ങാൻ പാടില്ല. എൻഹാൻസ്മെന്റ് നോക്കാതെ കൊടുക്കണമെന്നാണ് ഗവൺമെന്റ് ഓർഡർ. പക്ഷേ ഈ AEമാർ മസിൽ പിടിച്ച് അവർ പുറകിൽ ചെയ്ത് മാറ്റണമെന്ന് പറയും. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം പോകും. അപ്പൊ നമ്മൾ ഈ ഫീസ് അടച്ചിട്ട് അത് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പൊ അവർ പറയുന്നത് നിങ്ങൾ വീടിന്റെ പ്ലാനൊക്കെ വരച്ചിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ നമ്മുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരെ വീട്ടിലെ പ്ലാൻ വരച്ച് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തിട്ട് ആ ഫീസ് ക്ലൈന്റിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്ത് ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും നമ്മൾ ഇടിമിന്നലുള്ള സമയത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ അടുത്ത് പോവുകയോ തൊടുകയോ ചെയ്യാൻ പാടില്ല. ഒന്നും വേണ്ട. പിന്നെ ഈ പാനൽ കഴുകുന്ന സമയം ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. കഴുകുന്ന സമയത്ത് ഓഫ് ചെയ്യണം എന്നൊക്കെ ചിലർ പറയുന്നത്. ഇല്ല, അതാണ് ജനറേഷൻ കുറഞ്ഞ സമയത്താണ് ഇത് ചെയ്യേണ്ടത്. കഴുകേണ്ടത്. കഴുകണം. ഇപ്പൊ നമ്മളിപ്പോ അല്ലാത്ത സമയത്തായിരിക്കും സാധാരണ കഴുകാൻ ആള് വരുന്നത്. അപ്പോഴവർ ഓഫ് ചെയ്തിട്ട് കഴുകും. അപ്പൊ നമ്മള് സൂര്യൻ ഉദിക്കുന്നതിനോ അസ്തമിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു രാവിലെ ഒരു 10 മണിക്ക് മുന്നും വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ബെസ്റ്റ് ടൈം. പക്ഷെ നമുക്കിത് എല്ലാപ്പോഴും അത് പ്രാക്ടിക്കൽ ആകാൻ പറ്റില്ല. ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓഫ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് പോകും. ഇപ്പൊ നമ്മുടെ അടുത്ത് സർവീസിന് പോകുമ്പോൾ ഒരു 10 വീട്ടിൽ ഒന്നിച്ചാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം ചിലപ്പോൾ ഉച്ചയായിരിക്കും ചെയ്യുന്നത്.